ഈ 9 വർഷ കാലയളവ് കേരളത്തെ എവിടെ എത്തിച്ചു എന്നതാണ് സ്വാഭാവികമായും നാം വിലയിരുത്തേണ്ടത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈ നാടിന്റെ ശരിയായ വികസനത്തിനും LDF ആണ് വേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ആണോ? 2018 മഹാപ്രളയം വന്നപ്പോ നാടാകെ തകർന്നടിഞ്ഞു പോയല്ലോ. നമ്മളെ നെഞ്ചേറ്റിയവരെല്ലാം ലോകരാഷ്ട്രങ്ങൾ വല്ലാതെ വേദനിച്ചല്ലോ. നമുക്ക് സഹായം ലഭിച്ചോ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നമ്മളെ നല്ല രീതിയിലുള്ള പുരോഗതി എല്ലാ രംഗത്തും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. ഇപ്പോ ഈ വരുന്ന നവംബർ 1 ഈ രാജ്യത്ത് ഏക സംസ്ഥാനം കേരളം നവംബർ 1 പ്രഖ്യാപിക്കാൻ പോകുന്നു. പരമദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെന്ന്. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. എല്ലാം ശരിയാവുന്നുള്ള ടാഗ് ലൈനോടല്ലേ അവരുടെ ഭരണം വന്നത്. എന്നിട്ട് എന്തെങ്കിലും ശരിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്വത്ത് കൂടിയതല്ലാതെ വേറെ മാറ്റമൊന്നും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ കുറെ ഞങ്ങൾ യോജിപ്പില്ല. ഇനി അവർ തുടരേണ്ട, ദൈവത്തെ ഓർത്തൊന്ന് ഇറങ്ങിപ്പോയെങ്കിൽ മതിയായിരുന്നു. പ്രസ്ഥാനത്തിരിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഒരു ഗുണമുണ്ടാവണം. ആ ഗുണം ജനങ്ങൾക്ക് കിട്ടണം. തുടർ ഭരണത്തിൽ അത് കിട്ടുന്നില്ല. മിലിറ്ററി ഭരണം വന്നാൽ ഇനി കേരളം നന്നാവും, അല്ലെങ്കിൽ നന്നാവും. പിണറായി വിജയൻ സർക്കാർ ഒരു 9 വർഷം കൊണ്ട് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. ജനങ്ങളോട് മമതയുള്ളവർക്ക് മാത്രമേ ഇന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിണറായി മാറുന്നതാണ് നല്ലത്.